എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഫണ്ട് വേണം? പല സ്ത്രീകളെയും നോക്കിയാൽ കാണും സ്വന്തമായിട്ട് യാതൊരുവിധ സേവിങ്സും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു 10 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ ഉള്ള ഫാമിലിയെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. എന്തുകൊണ്ട് സ്ത്രീകളുടെ കയ്യിൽ ഫണ്ട് വേണം എന്ന് പറയും? സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. 365 ദിവസവും 24 മണിക്കൂറും യാതൊരു ബന്ധവും മറ്റൊന്നും ഒരു ഹോളിഡേയോ ഒന്നും ബാധിക്കാതെ കുടുംബത്തിന് വേണ്ടി സാമൂഹികമായിട്ടും കുടുംബത്തിൻ്റെതുമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ആ കുടുംബത്തെ നയിക്കുമ്പോൾ അവർക്കും എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാൻ നമ്മൾ കൊടുക്കേണ്ടതില്ല. കാരണം ഒരു വ്യക്തി ഇതുപോലെ പുറത്ത് പണിക്ക് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പണിക്ക് പോയാൽ 8 മണിക്കൂർ പണിയെടുത്താൽ പോലും നല്ലൊരു എമൗണ്ട് അവര് സ്വരൂപിക്കുന്നുണ്ടാവും. പക്ഷെ 24 മണിക്കൂറും പണിയെടുക്കുന്ന അല്ലെങ്കിൽ 365 ദിവസവും വീടും മറ്റ് സാമൂഹിക ബാധ്യതയും എല്ലാം നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകൾക്ക് കൂലി പോലും കിട്ടുന്നു. അവരെ മാനിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. അവരെ മാനിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ഫണ്ട് അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. ഒരു സ്ത്രീ അവളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിനെ അല്ലെങ്കിൽ പാരൻസിനെ ഒക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാളെ ആ ഇൻകം ഇല്ലാതെയായാൽ അവളുടെ അവസ്ഥ എന്താണ്? ആ ഇൻകം ഇല്ലാതെ ഒരു ഇൻകത്തിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു അവളുടെ ജീവിതത്തിൽ അത് വലിയൊരു റിസ്ക് ആയിരിക്കും ഉണ്ടാക്കുക. അതേപോലെ തന്നെ കുട്ടികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. കുട്ടികൾ ഒരു പക്ഷെ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ നമ്മളെ നോക്കുമെന്ന് വിചാരിക്കുന്ന പാരൻസ് ഉണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളുണ്ട്. അത്തരം അവസ്ഥയിൽ കുട്ടികൾ ഒരു എബ്രോഡോ മറ്റോ ആണ് പോകുന്നതെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടായില്ലെങ്കിൽ അപ്പോഴും ആ സ്ത്രീയുടെ അവസ്ഥ മോശമാണ്. അതുപോലെ തന്നെയാണ് ഒരു ഹെൽത്ത് എമർജൻസി വന്നാൽ അതുവരെ കുട്ടികളായാലും അവർ സമ്പാദിച്ചതെല്ലാം എടുത്ത് അവളെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ മുഖം കറക്കാനും ഇടയുണ്ട്. സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല, മറിച്ച് അത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള പ്ലാനാണ്. കുടുംബത്തിന് വേണ്ടി തന്നെയാണ് അവൾ ആ ഫണ്ട് സ്വരൂപിച്ച് വയ്ക്കുന്നത്, അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഓടിപ്പോകാനോ അല്ല. അവർക്ക് അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവരത് നല്ല രീതിയിൽ മാനേജ് ചെയ്യും, കുടുംബത്തിന് വേണ്ടി അത് അവര് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ അവരുടെ കയ്യിൽ ഒരു ഉറപ്പുണ്ടാകും, അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഉറപ്പുണ്ടാകും. നോ എന്ന് പറയേണ്ടിടത്ത് പറയാൻ അവർക്ക് കഴിയും, കാരണം അവർക്ക് അതിനുള്ള ഒരു പവർ ഉണ്ട്. കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയും, വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും, ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. കാരണം നാളെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാകും. അത് അവർക്ക് അവരുടെ പവർ കൂട്ടുകയും ചെയ്യും. അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ കുടുംബത്തിലെ കാര്യങ്ങളായാലും ഒക്കെ നോക്കാനായിട്ട് അവർക്ക് അതിനുള്ള ഒരു പവർ നൽകും. ഒരു ഫ്രീഡമാണ്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും ലക്ഷറി അല്ല, അതൊരു നെസസിറ്റി തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന ലൈഫ് എക്സ്പെക്ടൻസി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഒരു ഫണ്ട് സ്വരൂപിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നാളെ അവർ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് എടുക്കാതെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ ജീവിത ചെലവിനുള്ള ഒരു ഫണ്ട് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയുടെ കയ്യിൽ അല്ലെങ്കിൽ സ്ത്രീകൾ എന്തിന് ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നതിന്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു ഫണ്ട് സ്വരൂപിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.